ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ വീഡിയോസ് ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് അന്നേരം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കും കൂടി ഹെൽപ്പ് ആവണമല്ലോ. അപ്പം എനിക്കത് നല്ലതാണെങ്കിൽ മാത്രമല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുകൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇത്രയും വെട്ടിക്കഴിഞ്ഞു. അപ്പം ഷോൾഡർ ലെങ്ത്തിൻ്റെ മുകളിൽ മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുടി ഭയങ്കര ലേറ്റായിട്ടേ വളരൂ എന്ന് പറയും. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുടി ഇത്രയും കണ്ട് വെട്ടിയിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഒരു 1.5-2 വർഷം എടുത്തിട്ടുണ്ടായിരുന്നു മുടി പിന്നെ ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം വെട്ടിയിട്ട് ഞാൻ അതിനുള്ളിൽ തന്നെ ഞാനൊരു 3-4 തവണ മുടി വെട്ടി. ആൻഡ് ഇപ്പം എൻ്റെ മുടിയുടെ ലെങ്ത് ഇത് ഇത്ര ആയിട്ടുണ്ട്. കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇപ്പം ഞാൻ മുടി ഹെയർ കളറും ചെയ്തിട്ടുണ്ട്. പക്ഷെ കളർ ചെയ്തതിൻ്റെ ഒരു ഡ്രൈനെസ് ഒന്നും ഇപ്പം എൻ്റെ മുടിക്ക് ഇല്ല. കാരണം ഞാൻ അത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തൊക്കെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് പിന്നെ ഹെയർ വാഷ് ടൈമിൽ എന്തൊക്കെ ചെയ്യും അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കാണാം. ഫസ്റ്റ് തന്നെ നമ്മൾ മുടി കൊഴിച്ചിൽ കൂടുതലുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. കാരണം ഈ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടാവും. എനിക്കൊരു ടൈമിൽ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി നല്ല കുറവായിരുന്നു. എനിക്ക് ആ സമയത്ത് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വേറെ ഉറക്കില്ലായ്മ, പെട്ടെന്ന് ഇങ്ങനെ മൂഡ് മാറിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഹെയർ ലോസ് കുറഞ്ഞു. ഇപ്പം നോർമലായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം അതൊക്കെ ചെയ്യുക. കാരണം നമ്മളിങ്ങനെ പുറത്ത് മാത്രം മുടി സംരക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ സൂചനയായിരിക്കും ഹെയർ ലോസ് ഒക്കെ. പിന്നെ PCOD തൈറോയ്ഡ് ഉള്ളവർക്കും ഹെയർ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ PCOD ഉണ്ട്. പക്ഷേ ആ PCOD കൊണ്ടുള്ള ഹെയർ ലോസ് ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞപ്പോഴാണ് ഹെയർ ലോസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് പ്രശ്നം. മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ ടാബ്ലറ്റ് എടുക്കുക. ഒരു ടൈമിൽ ഞാൻ മുടി ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു 1 ഇയർ ബിഫോർ. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ തന്നെ കിറ്റ് അവൈലബിൾ ആണല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സ്ട്രീക്സിൻ്റെ ഒക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തന്നെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത് എൻ്റെ മുടി ആകെ ഇങ്ങനെ ചകിരി പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചു, ഓക്കെ, ആ കളർ ചെയ്ത മുടി ഫുള്ള് വെട്ടിക്കളയാം. എന്നിട്ട് ഫ്രം ദ സ്റ്റാർട്ടിങ്, അതായത് നമ്മൾ ബ്ലാക്ക് ഹെയറിനെ കുറച്ചും കൂടി ഹെൽത്തി ബ്ലാക്ക് ഹെയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. അങ്ങനെയാണ് എൻ്റെ ആ കളർ ചെയ്ത മുടി എന്തൊരു ഇത്ര എങ്ങാണ്ടുണ്ടായിരുന്നു, അത്രയും ഞാൻ വെട്ടി ഇപ്പം ഇത്ര ആക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം തൊട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് ഹെയർ കെയർ കണ്ടിന്യൂസ്ലി ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാം. ആദ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് നിങ്ങൾ മുടിയുടെ ടൈപ്പ് ഏതാണ്, ഹൈ പൊറോസിറ്റി ആണോ ലോ പൊറോസിറ്റി ആണോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും മുടിക്കും എല്ലാ പ്രൊഡക്ട്സും ഒരുപോലെ വർക്കാവില്ല. ഓരോരാൾ മുടിയുടെ ടൈപ്പും സ്ട്രക്ചറും എല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരാൾക്ക് വർക്കായ ഷാമ്പു ഇപ്പം എനിക്ക് വർക്കാവണം എന്നില്ല. അപ്പം നമ്മൾ ആദ്യം കുറച്ചൊന്ന് യൂസ് ചെയ്ത് ഇങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന പോലെ കുറച്ച് യൂസ് ചെയ്തിട്ട്, ഓക്കെ, നമ്മൾ മുടിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് വെച്ച് കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമ്മളിപ്പം യൂഷ്വലി ഒരു ഷാമ്പു നമ്മളിപ്പോൾ ഓൺലൈനിൽ ഈ പ്രൊമോഷനായിട്ട് കിട്ടുന്ന സമയത്താണ് എല്ലാവരും ഓരോ പ്രൊഡക്ട്സിന് ഇത്രയും ഹൈപ്പ് കൊടുത്ത് കാണിക്കുക. അപ്പം അത്രയും ഹൈപ്പുള്ള സമയത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് നമ്മൾ ആ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ആ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻസ് ചിലപ്പോൾ നമ്മുടെ ഹെയറിന് പറ്റണം എന്നില്ല. ഓരോരാളെ ഹെയർ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർ പറയുന്നുണ്ട് നമുക്ക് ഡെയിലി വാഷ് ചെയ്യാം, ഹെയർ വാഷ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലാന്ന്. പക്ഷെ ഇപ്പം നമ്മൾ നാട്ടിലല്ല, ഇപ്പം പുറത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ
യൂഷ്വലി നമുക്ക് ഹാർഡ് വാട്ടർ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൽ നമുക്ക് ഡെയിലി തല നനക്കുക പറയുന്നത് പോസിബിൾ അല്ല. പെട്ടെന്ന് മുടി പൊട്ടിപ്പോകാൻ തുടങ്ങും, സ്പ്ലിറ്റ് എൻഡ്സ് വരാൻ തുടങ്ങും, ഹെയർ ഗ്രോത്ത് അപ്പാടെ നിൽക്കും. അപ്പം നമുക്ക് ഏത് വാട്ടർ ആണോ അവൈലബിൾ, ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ഡെയിലി തല കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാർഡ് വാട്ടർ ആണെങ്കിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇപ്പം ഒരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഫിൽട്ടർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാനും ഇപ്പോൾ 2 വർഷമായിട്ട് ബാംഗ്ലൂരാണ്, ഹാർഡ് വാട്ടർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ സൈഡർ വിനെഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് ലാസ്റ്റ് കുളി കണ്ടീഷണർ ഇട്ടോ മാസ്ക് ഇട്ടോ ഷാമ്പു ഇട്ടോ അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഒരു ക്യാപ്പ് ആപ്പിൾ സൈഡർ വിനെഗർ ബക്കറ്റിൽ ഒഴിച്ചിട്ട്, ആസിഡും ആൽക്കലി അല്ലേ, അപ്പം രണ്ടും കൂടി പോകുമ്പോൾ രണ്ടിൻ്റെയും ആ ഒരു പവർ പോവുമല്ലോ. അപ്പം അത് വേറൊരു നല്ല സൊല്യൂഷനാണെന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊരു 2 വർഷമായിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ 3ാമത്തെ ബോട്ടിലാണ് ആപ്പിൾ സൈഡർ വിനെഗർ ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇതൊന്നും പറ്റാത്തവർക്ക്, ഇപ്പം ആപ്പിൾ സൈഡർ വിനെഗർ മുടിയിൽ യൂസ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ തലേദിവസം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ഒരു 24 മണിക്കൂർ വെച്ചതിന് ശേഷം അത് യൂസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഹാർഡ് വാട്ടറിൻ്റെ ആ ഒരു പവറെല്ലാം പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തലയിലും ബോഡിയിലും സെയിം ടവൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് നമ്മൾ തലയിൽ വേറൊരു ടവൽ യൂസ് ചെയ്യുക, ബോഡി തോർത്താൻ വേണ്ടിയിട്ട് വേറൊരു ടവൽ യൂസ് ചെയ്യുക. രണ്ടും കൂടി സെയിം ആക്കാൻ പറ്റില്ല. ഡാൻഡ്രഫ് പകരുകയും ചെയ്യില്ല. ഡാൻഡ്രഫ് പേഴ്സൺ ടു പേഴ്സൺ പകരൂല. പക്ഷെ ഡാൻഡ്രഫ് ഇല്ലവർക്ക് ഇവിടൊക്കെ ആക്നേസ് വരാം. ചിലപ്പോൾ ആ ആക്നെ ഈ കഴുത്തിൻ്റെ അടുത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ചിലപ്പം നമ്മൾ ഈ ടവൽ വെച്ച് തോർത്തി സെയിം ടവൽ കൊണ്ട് നമ്മൾ ബോഡി യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പം മാക്സിമം അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇനി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയർ വാഷ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മളിനി മുടിയിൽ ഓയിൽ ഇടാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ മുടി ഫുള്ള് നന്നായിട്ട് ചീകി വെക്കാം. ചീകി ജട ഫുള്ള് കളയാം. നിങ്ങൾ ജഡേനെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് ചീകുക. അപ്പം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് കോക്കനട്ട് ഹെയർ ഓയിലാണ്. ഞാൻ മുന്നേ നമ്മൾ നോർമൽ പാരച്യൂട്ടിൻ്റെ ബോട്ടിലില്ലേ, അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അതും ഇതും യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊരു ഒരു ആയുർവേദ എണ്ണയൊക്കെ സ്മെല്ല് വരുന്നത് കൊണ്ട് എനിക്കിഷ്ടമായി. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി തിക്നെസ് ഉണ്ട് തോന്നുന്നു ഈ ഒരു എണ്ണക്ക്, മറ്റേ നോർമൽ പാരച്യൂട്ടിനെക്കാളും. ഓൾമോസ്റ്റ് ഇത്രയും കണ്ടായി ഉണ്ടാവും. ഇത് കുറേ നാളായി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓയിലിടാം. അപ്പോൾ ഓയിലിടുന്നതിന് മുന്നേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഓരോ മുടി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇടാം. പിന്നെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ചീപ്പ് വെച്ചിട്ടോ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇത് ഇവിടെ അപ്ലൈ ചെയ്യുക, ഇങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ ഈ സൈഡ് ചെയ്യുക, പിന്നെ അതുപോലെ ബാക്ക് സൈഡും ചെയ്യുക. പിന്നെ ശരിക്കും മുടിയുടെ അറ്റത്ത് ആരും എണ്ണ യൂസ് ചെയ്യേണ്ടെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഈ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന ആ ഏരിയയില്ലേ, ഇല്ലെങ്കിൽ ഇപ്പം മുടി കളർ ചെയ്തവർ ഇവിടെ ഭയങ്കര റഫാവും പെട്ടെന്ന്. കാരണം നമ്മൾ മിക്ക സമയം മുടി ലീവ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം മടഞ്ഞ് കെട്ടിയാൽ തന്നെ നമ്മൾ ഇത്ര കെട്ടിയിട്ട് ഇത്രയും മുടി നമ്മൾ ഇങ്ങനെ ലീവ് ചെയ്തിടുക ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡസ്റ്റ് അബ്സോർബ് ചെയ്യാനും എല്ലാം ഈ മുടിക്കാണ് ചാൻസസ് കൂടുതൽ. അപ്പം ഞാൻ എണ്ണ വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും കുറച്ച് സമയം. അപ്പം എനിക്കതുകൊണ്ട് ഇതുവരെ വലിയ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളിഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എണ്ണ ഇടാറ്. ചിലവർക്ക് വേണമെങ്കിൽ മറ്റേ നമ്മളെ കോട്ടൺ വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് കയ്യിൽ എനിക്ക് എണ്ണ ആവുന്ന പ്രശ്നമില്ല. ഫസ്റ്റ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്
ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് തേച്ച് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ എല്ലായിടത്തും എണ്ണയായി എന്ന് ഉറപ്പ് വരുത്താം. അപ്പം നമ്മൾ ഓയിലിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുടി നമ്മൾ കെട്ടി വെക്കാം. ഭയങ്കര ലൂസായിട്ട് കെട്ടണം കേട്ടോ. ഇങ്ങനത്തെ ഈ സ്ക്രഞ്ചീസ് പോലത്തെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കാം. പക്ഷെ ചിലവർക്ക് എണ്ണ തേച്ച കോൾഡൊക്കെ വരും. അങ്ങനത്തെ ആൾക്കാർ പെട്ടെന്ന് കഴുകിക്കളയാൻ കുഴപ്പമില്ല. പക്ഷെ മിനിമം ഒരു 20 minutes to 30 minutes വെക്കാം. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈപ്പ് അനുസരിച്ച് മുടി നന്നായിട്ട് ഓയിൽ വെച്ചിരിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്ര ഇരിക്കാം. ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരിക്കുന്നവർക്ക് ഇരിക്കാം. പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളം തലയിലിട്ട് വാഷ് ചെയ്യാൻ പാടില്ല. അപ്പം മുടി പെട്ടെന്ന് സ്പ്ലിറ്റൻസ് കൂടും, പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം തണുത്ത വെള്ളത്തിൽ മുടി കഴുകുക. പിന്നെ എണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ കൂടെ നമ്മളൊരു ഷാമ്പു കണ്ടീഷണറും കൂടി യൂസ് ചെയ്യുക. ഷാമ്പു മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുടിയുടെ റഫ്നെസ് കൂടും. ഓക്കെ, കുറേ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാമ്പൂസ് അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഷാമ്പു വാഷ് കഴിഞ്ഞ് കുറച്ച് സമയം മാത്രമേ മോയ്സ്ചറിങ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യുക. നിങ്ങളുടെ മുടിക്ക് ഏതാണോ നല്ലത്, നിങ്ങളുടെ പൊറോസിറ്റിയും റഫ്നെസ്സും മുടിയുടെ ഒരു ടെക്സ്ചറെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാം. പക്ഷെ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു ഷാമ്പു യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷണറും കൂടി യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് കഴിയാറായി. ഇത് ഇത്രയും ഞാൻ യൂസ് ചെയ്തു. അപ്പം ഈ ആപ്പിൾ സൈഡർ വിനെഗർ എടുക്കുക. നമ്മൾ ഷാമ്പു കണ്ടീഷണർ ഇട്ട് മുടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബക്കറ്റിൽ ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഒരു 3/4 വെള്ളം എടുത്ത് വെക്കാം. എന്നിട്ട് അതിൽ ഒരു ക്യാപ്പ് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ച് വെക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് അത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം തലയിലൊഴിച്ച് വെറുതെ തലയൊന്ന് ഇങ്ങനെ നനച്ച് കഴുകുക. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു 1 year ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണിത്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ബോട്ടിലാണിത്. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. പക്ഷെ ഇത് കൂടുതൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഞാൻ യൂസ് ചെയ്തിട്ട് വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് ഓക്കെയാണ്. ഈ ടിപ്പ് ഓക്കെയാണ്. ഞാൻ എനിക്കറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഹെയർ വാഷിൻ്റെ സമയത്ത് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഷാംപൂ ഏതാണ് യൂസ് ചെയ്യുന്നത്, കണ്ടീഷണർ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാം. പിന്നെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് ഞാൻ ആപ്പിൾ സൈഡർ വിനെഗർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കുളിച്ച് വന്നതിന് ശേഷം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിച്ചു വരാം. അപ്പം ഇതാണ് എൻ്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ തോർത്ത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടവൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തലയിലൊന്ന് ബോഡിയിലൊന്ന് അങ്ങനെ സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഹാർഡ് വാട്ടർ ആണെങ്കിൽ ഈ ആഴ്ചയിൽ 2 തവണ 3 തവണ മാക്സിമം കുളിക്കാൻ നോക്കുക. ഹാർഡ് വാട്ടറിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 3 റെമഡീസിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന അത് യൂസ് ചെയ്യാം. വാട്ട് എവർ വെളിച്ചെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യാം. ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു കണ്ടീഷണറോ അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്കോ യൂസ് ചെയ്യാം. യൂഷ്വലി ഈ ഹെയർ മാസ്ക് വൺസ് ഇൻ എ മന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ ട്വൈസ് ഇൻ എ വീക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് അതുകൊണ്ട് ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടാണ്. അതായത് നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ഷാംപൂസ് വേണം യൂസ് ചെയ്യാറുണ്ട്. അതായിരിക്കും മുടിക്ക് കുറച്ചുകൂടി നല്ലതെന്ന്. അപ്പോൾ പ്രൊഫഷണൽ ഷാംപൂസ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഷാംപൂ എന്ന് പറയുന്നത് വെല്ല എനിക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ക്രോൺ പ്രൊഫഷണലിൻ്റെ ഷാമ്പു നല്ലതായിരുന്നു. വെല്ലയുടെ ഒരു ഓറഞ്ച് കളർ ഷാമ്പു നല്ലതായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെട്രിക്സിൻ്റെ ഷാമ്പു അത് നല്ല അഫോർഡബിൾ ആണ്. മെട്രിക്സിൻ്റെ ഷാമ്പു നല്ലതായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലവ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെ ആ ഒരു പേർപ്പിൾ കളറാണ്. പക്ഷെ അതെനിക്ക് അത്ര വർക്കൗട്ട് ആവുന്നില്ല. കാരണം എനിക്ക് മുടി കുറച്ചുകൂടി ഡ്രൈ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഷാംപൂസ്. വേറെ ഷാംപൂ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്.
മറ്റേ ഈസിലി അഫോർഡബിൾ ആയ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഡാൻഡ്രഫിന് നല്ലായിരുന്നു. ബീബ്ലൻഡിന്റെ ഷാമ്പു എനിക്ക് ഡാൻഡ്രഫിന്റെ ടൈമിൽ നല്ലായിരുന്നു. പിന്നെ മെട്രിക്സിന്റെ ഷാമ്പു ഡാൻഡ്രഫിന് നല്ലായിരുന്നു. കാരണം ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയപ്പോൾ അവർ മെട്രിക്സിന്റെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം നമുക്ക് മെട്രിക്സിന്റെ ഒരു സിറം തരും, പിന്നെ മറ്റേ ബയോളേജിന്റെ ഒരു സിറം തരും. അതിൽ അപ്പം ബയോളേജും മെട്രിക്സും ഷാമ്പൂസും എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് പറയാനുള്ളത് എൻ്റെ ഹെയർ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളുടെ ഹെയർ ടൈപ്പ്. അപ്പം നമുക്ക് ഏതാണോ സൂട്ടബിൾ ആയത് അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക. ഞാൻ കണ്ടീഷണർ കുറേ നാളെ യൂസ് ചെയ്തിട്ട്. ഇനി നിങ്ങൾക്ക് മാസ്കിനെക്കാളും കണ്ടീഷണറാണ് ഇഷ്ടമെങ്കിൽ ഈ ക്രോൺ പ്രൊഫഷണലിൻ്റെ കണ്ടീഷണർ വെല്ല പ്രൊഫഷണലിൻ്റെ കണ്ടീഷണറും കിട്ടുവാണ് ഗൈസ്. ഇപ്പോൾ കണ്ടീഷണർ നിർത്തിയിട്ട് കുറേ നാളായി. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് സ്ക്വാസ്പോഫിൻ്റെ കണ്ടീഷണർ മാസ്ക് ആണ്. അയ്യോ നല്ലതാണ്. ഇതെൻ്റെ 3ാമത്തെ ബോട്ടിലാണ്. പിന്നെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ കുളി കഴിഞ്ഞ് വെറ്റ് ഹെയറിൽ സീറംസ് അപ്ലൈ ചെയ്യാം. അപ്പം സ്ട്രീക്സ് യൂസ് ചെയ്യാം, അത് നല്ലതായിരുന്നു. പിന്നെ ഞാൻ മെട്രിക്സിൻ്റെ യൂസ് ചെയ്യുന്നത്, ബയോളേജിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ബയോളേജും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ക്രോൺ പ്രൊഫഷണലിൻ്റെ ആണ്. പക്ഷെ അത് കുറച്ച് റേറ്റ് ആണ് ഈ ബാക്കി രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പം. ഓക്കെ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ബയോളജിൻ്റെതും സ്ട്രീക്സ് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. ഈ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ആ പച്ചയും ഉണ്ട്, പിന്നെ ഒരു ഗോൾഡൻ കളറിൻ്റെ ഉണ്ടല്ലോ. അപ്പം അതാണെങ്കിൽ അത് യൂസ് ചെയ്യുക, അതും നല്ലതാണ്. അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ റീസെൻ്റ്ലി അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അതിന് ശേഷമാണ് ഞാൻ ഈ ബയോളജിയിലേക്ക് മാറിയത്. ബയോളജി നല്ലതാണ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഏതാണോ സിറം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ചിലവർക്ക് ഉണ്ടാവും കേട്ടോ മറ്റേ ജീൻസ് വെച്ചിട്ട് ചിലപ്പോൾ മുടി വളരാത്തവരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോ ജനറ്റിക്കലായിട്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളാണ്. എനിക്കൊരു ലിമിറ്റിന് ശേഷം മുടി വളരൂല, എത്ര നാൾ വളർത്തി കഴിഞ്ഞാലും വളരൂല. അത് ഡിപ്പെൻസ് ആയിരിക്കും. പക്ഷെ തിക്നെസ് വരും, പക്ഷെ മുടി നീളം വെക്കൂല. അപ്പം അങ്ങനെ കുറേ ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്, ഇപ്പം മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ഉണ്ടാവും. ബ്ലോ ഡ്രൈ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ടാവും, കേളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല എക്യുപ്മെൻറ്റ്സും നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മുടീനെ പറ്റി പിന്നെ ചിന്തിക്കേ വേണ്ട. നമ്മൾ തന്നെ ഇത്രയും കെയർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പം ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്, ഹെയർ ഓയിൽ, ഹെയർ മാസ്ക്, കണ്ടീഷണർ. പക്ഷെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യാണ്ട് സ്ട്രെയിറ്റനിങ്ങോ കേളിങ്ങോ ബ്ലോ ഡ്രൈയോ എന്ത് ചെയ്താലും നമ്മൾ മുടി പൊട്ടിപ്പോവും. അപ്പം മുടിയുടെ ഹെൽത്ത് കുറയും, സ്പ്ലിറ്റൻസ് വരും, അതൊക്കെ വരും. അപ്പം എന്തായാലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഷാമ്പൂ ഒക്കെ കുറച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുപോയിട്ട് മാസ്കും സീറംസും ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയും നല്ല തന്നെ വാങ്ങിക്കുക. ഞാനിപ്പം ബീബ്ലൻഡിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് അത് കുറേ നാളായി യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അവരെന്തോ 2 പ്രൊഡക്ട്സ് നമുക്ക് ചിലപ്പോൾ 500-നൊക്കെ കിട്ടും, മറ്റേ സെറ്റിംഗ് സ്പ്രേ ഒക്കെ. അപ്പോൾ പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ മുടിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ മുടി നല്ല ഹെൽത്തി ആവും. പിന്നെ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുറത്ത് മാത്രം ചെയ്താൽ പോരാ, ഇൻടേക്ക് വേണം. മുടി വളരാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് അതൊക്കെ നമ്മൾ നന്നായിട്ട് ക്യാപ്സ്യൂളായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക. എന്നവർ ഒരു 3 months വൺസ് മുടി മുറിക്കുക എന്ന് പറഞ്ഞാൽ മുടി വെട്ടുക. വൈ? ബിക്കോസ് നമുക്കിങ്ങനെ സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എല്ലാവരും പറയും മുടി വളരുന്ന റൂട്ടിലല്ലേ, അപ്പോൾ സ്പ്ലിറ്റൻസ് വന്നാൽ എന്താണ്? സ്പ്ലിറ്റൻസ് വന്ന് നമ്മൾ ആ മുടി ഡെഡാവും, അതിൻ്റെ സെല്ലൊക്കെ ഡെഡാവും. അപ്പോൾ പിന്നെ നമ്മൾ റൂട്ടിൽ വളരില്ല, കാരണം ഓൾറെഡി മുടി ഡെഡായി കഴിഞ്ഞു. അപ്പം അതായത് 3 months ഒരിക്കൽ നമ്മൾ മുടി വെട്ടാൻ ശ്രമിക്കുക. മുടി വെട്ടാന്ന് പറഞ്ഞാൽ അടിയോളം വെട്ടാനല്ല പറയുന്നത്, ജസ്റ്റ് ഒരു 1-2 സെൻറ്റിമീറ്റർ വെട്ടിക്കളയുക. അതായത് സ്പ്ലിറ്റൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഭാഗം വെട്ടിക്കളയുക. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ട്. ഞാനൊരു 3 മാസമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു 1 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ മുടി വെട്ടി കളയാറുണ്ട്, ഓരോ സെൻറ്റിമീറ്റർ. അപ്പോൾ അതനുസരിച്ച് എനിക്ക് വളരുന്നുണ്ട്.
അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടി നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇതിലാണ് നിർത്തിയത്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, യൂഷ്വലി ഹെയർ സ്റ്റൈലിങ്ങിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ വേണം എന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.